കാസർഗോഡ് തളങ്കരയിൽ കുളത്തിൽ കുളിക്കാനിറങ്ങിയ അനുജനെ രക്ഷിക്കാനിറങ്ങിയ ജ്യേഷ്ഠൻ മുങ്ങി മരിച്ചു. മാലിക് ദിനാർ പള്ളിയിൽ സിയാറത്തിനെത്തിയവരാണ് ഇവർ. ബുധനാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു സംഭവം. ബംഗളൂരു DJ ഹള്ളി താനി റോഡിലെ മുജാഹിദിന്റെ മകൻ ഫൈസാനാണ് മരണപ്പെട്ടത്. 22 വയസ്സായിരുന്നു. രക്ഷപ്പെടുത്തിയ അനുജൻ സക്കലൈനെ മാലിക് ദിനാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബുധനാഴ്ച രാവിലെ 11 മണിയോടെയാണ് സംഭവം. തളങ്കര മാലിക് ദിനാർ പള്ളിയിൽ സിയാറത്തിനെത്തിയതായിരുന്നു ഇവരുടെ കുടുംബം. പിന്നാലെ ഇവരിൽ ചിലർ പള്ളിക്ക് പിറകുവശത്തെ കുളത്തിൽ കുളിക്കാനുമിറങ്ങി. ഇതിനിടയിൽ മുങ്ങിത്താഴുകയായിരുന്ന സക്കലൈനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഫൈസാനെ മരണം തട്ടിയെടുത്തത്. കൂടെയുണ്ടായിരുന്ന ബന്ധുക്കളുടെ നിലവിളി കേട്ട് ഓടിക്കൂടിയ നാട്ടുകാരും വിവരമറിഞ്ഞ് കാസർഗോഡ് നിന്നുമെത്തിയ അഗ്നിരക്ഷാസേനയും ചേർന്നാണ് ഇരുവരെയും കുളത്തിൽ നിന്നും പുറത്തെടുത്തത്. പോലീസും സഹായങ്ങളുമായി കൂടെ നിന്നു. ഉടൻ തന്നെ രണ്ടുപേരെയും മാലിക് ദിനാർ ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിലും ഫൈസാന്റെ ജീവൻ രക്ഷിക്കാനായില്ല. സക്കലൈൻ ഇവിടെ ചികിത്സയിൽ തുടരുകയാണ്. ചുറ്റുമതിലുള്ളതും പറയത്തക്ക ആഴമില്ലാത്തതുമായ പള്ളിക്കുളത്തിൽ യുവാക്കളായ 2 പേർ അപകടത്തിൽപ്പെട്ടതും അതിലൊരാൾ മരിച്ചതും നാട്ടുകാരിൽ അമ്പരപ്പും ആദിയും ഉളവാക്കിയിട്ടുണ്ട്. ഒരു സാധ്യതയുമില്ലാതിരുന്നിട്ടും എങ്ങനെ ഇത് സംഭവിച്ചു എന്നാണ് ഇവർ പരസ്പരം ചോദിക്കുന്നത്. ബംഗളൂരുവിൽ നിന്നുള്ള 11 പേരടങ്ങുന്ന സംഘം ചൊവ്വാഴ്ച വൈകിട്ടോടെയാണ് തീർത്ഥാടനത്തിനായി കാസർഗോട്ടെത്തിയത്. ബുധനാഴ്ച ഉച്ചയോടെ മടങ്ങാനിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് വലിയ ആഘാതമായി ഈ അത്യാഹിതമുണ്ടായത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.